ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ വന്നിട്ടുള്ളത് ഗുർക്ക കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. സാൽമിയയിലുള്ളതാണിത്. അപ്പോൾ നമ്മൾ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് ഇടാനായിട്ടൊരു സ്യൂട്ടൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സാൽമിയയിൽ ദ ലോഡ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഭക്ഷണം നമ്മുടെ നോമ്പൊക്കെ ആയ കാരണം ഇപ്പോൾ നോമ്പൊക്കെ മുറിച്ച് ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മോമോസ് ഓർഡർ ചെയ്തു. ഇവിടുത്തെ മോമോസ് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത്. അപ്പോൾ അത് ഓർഡർ ചെയ്തു. ഒരു മൊമോസിൽ 10 പീസസ് ആണ് വരുന്നത്. ശ്രീകാന്ത് 2 ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം തന്നെ ഇനഫായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ശ്രീകാന്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ നല്ല ഫ്രൈഡ് റൈസ് കിട്ടുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ റിച്ചുക്കുട്ടി മൊമോസ് കഴിച്ചുകൊണ്ടിരിക്കുക. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ മൊമോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഋതുവിനും ഋതുവിന് ഭയങ്കര ഇഷ്ടമായി. ഋതു പറയണ്ടായിരുന്നു ജോർജിയയിലെ കിങ്കാലി ഓർമ്മ വരുന്നുണ്ട് ഈ മൊമോസ് കഴിക്കുമ്പോൾ എന്ന്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു മസാല ടീ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മസാല ടീയും നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് സാൽമിയിലൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രീകാന്തിൻ്റെ കോട്ട് നോക്കാൻ വന്നതാണ്. അപ്പോൾ ദ ലോഡ് എന്ന് പറഞ്ഞ ഷോപ്പിലാണുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ശ്രീകാന്ത് സെലക്ട് ചെയ്തു. ഒരു കോട്ടൊക്കെ എടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല്ലാത്തൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ വരാറ്. ശ്രീകാന്ത് സ്യൂട്ട് എന്നും ഇട്ടിട്ട് പോകണമല്ലോ ഓഫീസിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. റേറ്റും അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നല്ല ഇവിടുന്ന് പിന്നെ ടൈയും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഋതുവും ശ്രീകാന്തും ടൈ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.